ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് ആഗമന കാലം, മംഗളവാർത്തക്കാലം ആരംഭിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നോടിയായിട്ടുള്ള 4 ആഴ്ചകളാണ് മംഗളവാർത്തക്കാലത്ത് ഉള്ളത്. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെയും സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും ആ 2 ജനനങ്ങളുമാണ് ഈ 4 ഞായറാഴ്ചകളായിട്ട് നമ്മുടെ മുമ്പിൽ തിരുസഭ വചന വിചിന്തനത്തിനായിട്ട് നൽകുക. ഇന്ന് ആദ്യ ഞായറാഴ്ച സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നമ്മൾ ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ, മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെയും ചോദ്യങ്ങളുടെയും മുമ്പിലുള്ള ദൈവത്തിൻ്റെ ഉത്തരം തരലിൻ്റെ പ്രത്യേകത ഈ കാലഘട്ടത്തിൽ നമ്മൾ വചനത്തിലൂടെ തിരിച്ചറിയുന്നുണ്ട്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ബലിയർപ്പിക്കുന്ന ലേവായ ഗോത്രത്തിൽ ജനിച്ച് വളർന്ന ഒരു പുരോഹിതൻ, യഹൂദ പാരമ്പര്യമനുസരിച്ച് 10-20 വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരു യുവാവ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ആ ഒരു കാലഘട്ടം മുതൽ തൻ്റെ ജീവിത പങ്കാളിയിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ ആഗ്രഹിച്ചിട്ട് അത് ലഭിക്കാതെ വന്ന നിമിഷം മുതൽ ഈ മനുഷ്യൻ നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ ജീവിത പങ്കാളിയായ എലിസബത്തും ഇതേ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കാലങ്ങളായിട്ട് ഉയർത്തുകയാണ്. ഇന്ന് നാം വചനത്തിൽ കണ്ടെത്തുന്നത് 100 വയസ്സ് പ്രായമുള്ള സഖറിയായും 90 കഴിഞ്ഞ അവൻ്റെ ഭാര്യ എലിസബത്തും. ഇവർ 2 പേരുടെയും പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുക്കുന്ന ഒരു അനുഗ്രഹവേളയാണ്. 20 വയസ്സിൽ വിവാഹം ചെയ്തവൻ 100 വയസ്സാകുവോളം 80 വർഷക്കാലം ഒരേ പ്രാർത്ഥന, ഒരേ ഗൗരവത്തോടെ, ഒരേ ആഗ്രഹത്തോടെ, തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിച്ചത് നമ്മളൊക്കെ വികാരിയച്ഛന്മാരെയും പരിചയമുള്ള അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ പറയാറുണ്ടല്ലോ, അച്ഛന്മാർ പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് കേൾക്കും, അതുകൊണ്ട് അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഭാഷയിൽ ദൈവം ഏറ്റവും കൂടുതൽ ചെവിയോർക്കുന്ന, പ്രാർത്ഥന ഉയർത്തുന്ന ഒരു മനുഷ്യനാണ്, ഒരു പുരോഹിതനാണ് സഖറിയ. എന്നിട്ടും 80 വർഷക്കാലം ദൈവം ഇവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളിയില്ല. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. നാം പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ നിന്നെക്കുറിച്ച് നിൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, നിൻ്റെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ് എന്ന് തിരിച്ചറിയാൻ സഖറിയ കാത്തിരുന്നു എന്നതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു ഏട്. ദൈവം തൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാതിരുന്നപ്പോൾ സഖറിയ ഒരിക്കലും തൻ്റെ ഉദ്യമങ്ങളിൽ നിന്ന് പിറകോട്ട് പോയില്ല. 100-ാം വയസ്സിലും തനിക്ക് നറുക്ക് വീണപ്പോൾ ദേവാലയത്തിനുള്ളിൽ ചെന്ന് ധൂപാർപ്പണ പ്രാർത്ഥന നടത്തുന്നതിൽ നിഷ്ഠ കാണിച്ച ഒരു നീതിമാനായ പുരോഹിതനായിരുന്നു ആ മനുഷ്യൻ. അവൻ്റെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം ഉത്തരം കൊടുക്കുക. നിൻ്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കും. ഇവിടെ ഒരിക്കൽ കൂടെ നാം കണ്ടെത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യം, 80 വർഷക്കാലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരുന്നൊരു തമ്പുരാൻ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയപ്പോൾ അവനൊരു മറുചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പ്രായം കവിഞ്ഞവനാണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുക?
സഖറിയായുടെ ഈ ചോദ്യത്തിന് ദൈവം കൊടുത്ത ഉത്തരം അവന് കൊടുത്ത ശിക്ഷയാണ്. ദൈവം നിന്നോട് പറഞ്ഞ വാക്കുകൾ അവിശ്വസിച്ചതുകൊണ്ട് ഇവ സംഭവിക്കുന്നത് വരെ നീ മൂകനായിട്ട് തീരും. വചനം പ്രഘോഷിക്കുകയും ദൈവത്തെ ദൈവജനത്തിന് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പുരോഹിതൻ്റെ നാവുകൾ ഏതാണ്ട് 10 മാസക്കാലം അടയുകയാണ്. ആംഗ്യം കാണിച്ച് മാത്രം മറ്റുള്ളവരോട് സംവദിക്കാൻ സാധിക്കുന്ന തലത്തിൽ ഈ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്നു. അവിടെയും പരാതിയില്ല, പദം പറക്കി കരച്ചിലില്ല. ഈ 10 മാസം കഴിഞ്ഞ് യോഹന്നാൻ ജനിച്ചപ്പോൾ അവൻ്റെ നാവിൻ്റെ ബന്ധനങ്ങൾ ദൈവം എടുത്തു മാറ്റിയപ്പോൾ ആ നാവിൽ ആദ്യമായി വിരിഞ്ഞത് ദൈവത്തെ ചീത്ത വിളിക്കാനോ ദൈവത്തോട് വഴക്കുകൂടാനോ ദൈവത്തോട് മറുതലിക്കാനോ ഉള്ള അസ്വസ്ഥതയുടെ വാക്കുകളല്ല. സഖറിയയുടെ പ്രവചനം, പ്രഘോഷണം, സ്തോത്രഗീതം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പുരോഹിതൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത് ദൈവസന്നിധിയിലുള്ള ഈ തുറവിയുള്ള ഒരു വ്യക്തിത്വം. സഖറിയായെ ശിക്ഷിച്ചത് എന്താണ് എന്ന് സഖറിയായ്ക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അവൻ്റെ അവൻ്റെ വചനം ദൈവജനത്തോട് പറയേണ്ടവനാണ്. ദൈവത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടവനാണ്. ദൈവത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടവനാണ്. അവൻ വചനത്തെ സംശയിച്ചാൽ അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഈ ഒരു നീണ്ട കാലത്തെ നാവിൻ്റെ ബന്ധനം. കർത്താവിൻ്റെ പുരോഹിതര്, അവൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവൻ, അവൻ്റെ അധരത്തിൽ വിരിയേണ്ടത് ദൈവസ്വീകാര്യതയുടെ വാക്കുകളാകണം. അവൻ്റെ നാവിൽ വിരിയേണ്ടത് സ്തോത്രഗീതങ്ങളാകണം. ഒരിക്കലും പാഴ്വാക്കുകൾ, സംശയങ്ങൾ, ചോദ്യങ്ങൾ ഒരു പുരോഹിതൻ്റെ നാവിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചതുകൊണ്ടും അതാണ് അവൻ്റെ നിയോഗമെന്ന് തിരിച്ചറിയാൻ ഒരിക്കൽ കൂടി സഖറിയായെ ഓർമ്മപ്പെടുത്താൻ അവൻ്റെ നാവുകളെ തമ്പുരാൻ ബന്ധിച്ചത് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ദൈവം ആ സമയത്ത് ഉത്തരം നൽകണമെന്ന് നിർബന്ധമില്ല. നീണ്ട നാൾ പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. ദൈവം ആ തീരുമാനിക്കുന്നത് നിനക്കെപ്പോഴാണ് അവൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ നിർച്ചാലുകൾ വേണ്ടത് എന്ന്. ആ സമയത്ത് അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 38 വർഷം തൻ്റെ മകൻ്റെ മടങ്ങിവരവിന് വേണ്ടി, അവൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അഗസ്റ്റിനോസിൻ്റെ അമ്മയായ മോനിക്ക പുണ്യവതിയും, ബത്സൈദ കുളക്കരയിൽ കാലങ്ങളായി കാത്തുകിടന്ന തളർവാദ രോഗിയായ മനുഷ്യനും, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ആഗ്രഹിച്ച് യേശുവിൻ്റെ പിന്നാലെ നടന്ന ആ വിജാതീയ സ്ത്രീയുമൊക്കെ നമ്മളെ ചിലതൊക്കെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാലവിളംബം വരുത്തുന്നത് ദൈവമാണ്. ദൈവത്തിനറിയാം നിൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് അനുഗ്രഹം തരേണ്ടത് എന്ന്. ദൈവത്തിനറിയാം നീ ദൈവസന്നിധിയിൽ വിലയുള്ളവനാണ് എന്ന്. നിൻ്റെ പ്രാർത്ഥന ഒരിക്കലും അവിടുന്ന് നിരസിക്കില്ല. നിൻ്റെ ആഗ്രഹങ്ങൾ അവിടെ സാധിച്ചു തരാതിരിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ കാത്തിരിപ്പിൻ്റെ സന്തോഷം അനുഭവിക്കാൻ നിനക്ക് സാധിച്ചാൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് ദൈവത്തിൻ്റെ ചോയ്സാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് മനസ്സുണ്ടാകുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും എന്ത്, എപ്പോൾ, എങ്ങനെ എന്ന്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ
ചെവികളിലെത്തുന്നത് ആ ചെവി അടഞ്ഞുപോയി എന്ന് വിചാരിച്ചുകൊണ്ടാകരുത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നില്ലെങ്കിൽ അതിനെനിക്ക് സമയമായിട്ടില്ല എന്ന തിരിച്ചറിയലാണ് നമുക്ക് ആവശ്യം. അവൻ എനിക്കും നിനക്കും വേണ്ടി നന്മ ചൊരിയും. എനിക്കും നിനക്കും വേണ്ടി അവൻ്റെ കൃപയുടെ വശസ്സുകൾ തുറന്നു തന്നെ തരും. ഏറെ പ്രതീക്ഷയോടെ അവനിൽ അഭയം ഗമിക്കുകയാണ് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത്. കർത്താവിൻ്റെ പുണ്യജനനത്തിന് വേണ്ടിയിട്ടുള്ള നിതാന്തമായ കാത്തിരിപ്പും ഒരുക്കവും ദൈവസന്നദ്ധത്തിൽ ഉയർത്താൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ നോമ്പ് കാലത്തെ ഫലദായകമാക്കാൻ നോമ്പിൻ്റെ എല്ലാ ദിനങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ നല്ല തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നീ തീരുമാനിക്ക് ഈ കാലഘട്ടത്തിൽ നിനക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നവ എന്തൊക്കെയാണ്? മത്സ്യമാംസാദികളുടെ വർജനം മാത്രമല്ല, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ പ്രാർത്ഥനാ മണിക്കൂറുകളുടെ സമയം ദൈർഘ്യം കൂട്ടിക്കൊണ്ട് നിന്റെ തഴക്കദോഷങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയോ ദുരുപയോഗിക്കുകയോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ 1-2 മണിക്കൂറൊക്കെ എല്ലാ ദിവസവും ബോധപൂർവം മാറി നിന്നുകൊണ്ട് നീ ആഗ്രഹിക്കുക, നീ ചിന്തിക്കുക, നീ തീരുമാനിക്കുക, എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എന്താ ദൈവത്തിന് കൊടുക്കാൻ സാധിക്കുക, എന്നിൽ നിന്ന് വർജിക്കേണ്ട തിന്മകൾ എന്തൊക്കെയാണ്, എന്നിലേക്ക് കൂടുതൽ ചേർക്കപ്പെടേണ്ട, ഞാൻ ആർജിച്ചെടുക്കേണ്ട പുണ്യങ്ങൾ ഏതൊക്കെയാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ആ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയ്ക്ക് പുത്തനുടുപ്പും സ്വെറ്ററും തൊപ്പിയും വളയും മാലയുമൊക്കെ പണിയാൻ ഈ ഒരു കാലഘട്ടം നിന്നെ ദൈവം നിയോഗിക്കുന്നുണ്ട്. അത് സ്പിരിച്വൽ ബുക്കുകളായിട്ട് ദൈവസന്നദ്ധിയിൽ ഉയർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഫലദായകമാകണം. ലക്ഷ്യബോധത്തോടുകൂടി നമുക്ക് പെരുമാറാൻ സാധിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ദൈവം നിറവേറ്റി തന്ന് നിങ്ങളുടെ വഴികളെ അവിടുന്ന് ശോഭനമാക്കട്ടെ, അനുഗ്രഹീതമാകട്ടെ. ഈ നോമ്പിൻ്റെ ദിനങ്ങൾ ഏറ്റവും ഹൃദയപരമാർത്ഥതയോടെ ഏറ്റെടുക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം അവിടും